എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ സ്വർഗത്തിന്റെ അവകാശികൾ ആരാ? ആ അവകാശികളുടെ സ്വഭാവം എന്താ? അവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 3 ഗുണങ്ങൾ പറയുകയാണ്. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഐപികൾക്ക് അവർക്കുണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഈ പറയുന്ന 3 സ്വഭാവമുണ്ടല്ലോ, ഈ പറയുന്ന 3 സ്വഭാവ ഗുണങ്ങളുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടോ? ഈ പറയുന്ന 3 സ്വഭാവങ്ങൾ ഈ വഅദ് പറയുന്ന എനിക്ക്, ഈ വഅദ് കേൾക്കുന്ന നിങ്ങൾക്ക്, നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നമ്മൾ ആ ഫിർദൗസിന്റെ അവകാശികളാ. അല്ലാഹുവേ, ആ നല്ല ഗുണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തില് നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നബി നിങ്ങൾ പറയുക, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. പോകുകയാണെങ്കിൽ ആ ഫിർദൗസിൽ പോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ അവകാശികളുടെ സ്വഭാവം എന്താ? അവരുടെ സ്വഭാവ ഗുണമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വിശദീകരിക്കുന്നില്ല. അവരുടെ സ്വഭാവ ഗുണത്തിൽ ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? ഈ പറയുന്ന ഒരു സ്വഭാവം ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന നമ്മളിൽ ആർക്കാവുള്ളത്? അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹും കാനൂ യുസാരിഊന إنهم كانوا يسارعون في الخيرات. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു തരികയാണ്, ആ ഫിർദൗസിന്റെ അവകാശികളുടെ സ്വഭാവ ഗുണങ്ങള്, ആ സ്വർഗത്തിൽ കടന്നു പോകുന്ന പ്രവാചകന്മാരുടെ ഗുണങ്ങൾ അല്ലാഹു എണ്ണി പറയുമ്പോ അവിടെ അല്ലാഹു പറയുന്നു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു നിസ്കാരമാകട്ടെ, അല്ലെങ്കിൽ ഒരു ദിക്റാകട്ടെ, അല്ലെങ്കിൽ ഒരു സദഖയുടെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ പടച്ചവനെ ഏതെങ്കിലും ഒരു നന്മയാകട്ടെ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്, ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്. അത് ചെയ്യാതെ ഒരു സമാധാനമില്ലടോ, അത് ചെയ്യാതെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു നല്ല കാര്യം കേട്ട് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം, ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു നല്ല മനസ്സുണ്ടല്ലോ, ആമീൻ പറയാൻ പറഞ്ഞാ നമുക്കൊന്നാവില്ലടോ, ഒന്ന് കേറിയിരിക്കാൻ പറഞ്ഞാ നമുക്ക് മനസ്സില്ലടോ. എന്തിനാ ആരെങ്കിലും എഴുന്നേറ്റൊരു സദക്ക പറയുന്നു പറഞ്ഞാൽ പണമുള്ളവനും തിരിഞ്ഞു നോക്കുകയാണ്, ആരാണ് പറയുന്നത്, ആരാണ് എഴുന്നേൽക്കുന്നത്? എന്നാ പടച്ചവനെ അല്ലാഹു എനിക്ക് ഒരുപാട് വാരിക്കോരി തന്നിട്ടുണ്ടല്ലോ, എനിക്കൊന്ന് കൊടുക്കാമെന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ. നമ്മളിൽ അധികം പേർക്കും ഇല്ലാതെ പോകുന്നടോ. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. പടച്ചവനെ പെട്ടെന്ന് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹമുണ്ടല്ലോ. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു മനസ്സ്, ഇങ്ങനെയുള്ള മനസ്സാണ് ആ സ്വർഗത്തിന്റെ അവകാശികൾക്കുള്ളതെന്ന് അള്ളാന്റെ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, അങ്ങനെ മനസ്സുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ ഫിർദൗസിന്റെ ഒരു അവകാശിയെ നിബിധങ്ങളെ പഠിപ്പിക്കുകയാ. ആരാണെന്നറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മറക്കാൻ കഴിയില്ലല്ലോ. നമ്മളുമായിട്ട് വല്ലാത്ത ഒരു ബന്ധമുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. ഇഹ്തതല ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി. 80 വയസ്സുള്ള വൃദ്ധനായ പ്രായം ചെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം നബിയേ സുന്നത്ത് കല്യാണം നടത്തണം നബിയേ, സുന്നത്ത് കല്യാണം നടത്തണം നബിയേ. 8 വയസ്സുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന പയ്യനോടല്ല, 80 വയസ്സുള്ള വൃദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരികയാ. 80ാമത്തെ വയസ്സിൽ സുന്നത്ത് കല്യാണം നടത്താറ് പടച്ചവരെ അതിനു മുമ്പ് ആർക്കും നടത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത്. ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? വഹുവ ബിൽഖദൂ, തന്റെ കയ്യിൽ ഒരു മഴുവിരിക്കുകയാണ്, വിറക് വെട്ടുന്ന ഒരു മഴുവിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞപ്പോ സ്വന്തം കയ്യിലിരിക്കുന്ന മഴുവ് കൊണ്ട്, തന്റെ കയ്യിലിരിക്കുന്ന കോടാലി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്വന്തമായിട്ട് അവിടുന്ന് സുന്നത്ത് കല്യാണം നടത്തുകയാ. സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തിയടോ. ഇബ്രാഹിം നബിയുടെ ശരീരത്ത് നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ ഖലീലല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ, പടച്ചവനെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. സ്വന്തമായിട്ട് തന്റെ കയ്യിലിരുന്ന മഴുവ് കൊണ്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ട് ഇബ്രാഹിം നബി രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുമ്പോ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ എന്തിനാ നബിയെ ധൃതി കാണിച്ചത്? ഒന്ന് സമാധാനത്തോടെ മതിയായിരുന്നല്ലോ, ഒന്ന് പതുക്കെ ചെയ്താ മതിയായിരുന്നല്ലോ, എന്തിനാ നബിയെ ഇത്ര ധൃതി കാണിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുകയാ, ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, അല്ലാഹ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അല്ല ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? പിന്നെ എന്തിനാ ചിന്തിക്കുന്നത്? അല്ല പറഞ്ഞതനുസരിക്കലല്ലേ വേണ്ടത്? ഇത് തന്നെയാ അല്ലയും പറഞ്ഞത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുന്ന ആഗ്രഹമുണ്ടല്ലോ. സഹോദര, അങ്ങനെയാണോ? ഈ സ്വഭാവമാണ് നമുക്കും വേണ്ടത്. ഉസ്താദന്മാര് പറഞ്ഞു തരുമല്ലോ, ഇന്നത് ചെയ്താ ഇന്ന പ്രതിഫലമുണ്ട്, മോനെ നല്ല പോലെ നടക്കടാ, അല്ലാഹനെ ഭയന്ന് ജീവിക്കടാ, കീറതാ ഔറത്ത് മറച്ചുകൊണ്ട് നടക്കൂ. ഉസ്താദന്മാരൊരു നല്ല കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യരുതെന്ന് പറയുന്നതാണ് ഇന്നത്തെ യുവതലമുറ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ മുമ്പിൽ അത് ചെയ്ത് കാണിക്കുമടോ, മാതാപിതാക്കളുടെ മുമ്പിൽ ചെയ്ത് കാണിക്കുമടോ. പാടില്ല എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് വല്ലാത്ത ഒരു ഉത്സാഹമാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 1400 കൊല്ലം മുമ്പ് ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇന്നിവിടെ ആര് ഷഹീദാകുന്നു അവർക്ക് സ്വർഗമുണ്ട് സഹാബ, അവർക്ക് സ്വർഗമുണ്ട് സഹാബ. നിബിതങ്ങൾ അവിടെന്ന് പറയുമ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത് കേൾക്കുകയാണ്. ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്, സന്തോഷത്തോടെ കടന്ന് തുള്ളിച്ചാടുകയാ. എല്ലാവരും ചോദിക്കുന്നു, എന്തു പറ്റി ഉമൈർ, എന്തിനാടാ തുള്ളിച്ചാടുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടോ, ഇന്നാരാണോ ഈ രണാങ്കണത്തിൽ ഷഹീദാകുന്നത് അവന് സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുകയാ. ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന് ഷഹീദായ സ്വർഗം കിട്ടുമോ നബിയേ? ഈ ഉഹദിന്റെ രണാങ്കണത്തിലെ ഷഹീദായാൽ സ്വർഗം കിട്ടുമോ എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഉമൈറേ, സംശയം എന്തേ ഉമൈറേ? സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു ഉമൈർ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു ഉമൈർ. ആ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടിക്കാനൊരു കാരക്കയെടുത്ത് തന്റെ കയ്യിൽ വെച്ചിരിക്കുകയാ. കടിക്കാനൊരു കാരക്ക തന്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോഴാണ് അള്ളാന്റെ റസൂല് പറയുന്നത്, ഇന്ന് ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു എന്ന് പറയുമ്പോ ആ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിലിരുന്ന കാരക്കയങ്ങ് താഴെ വെക്കുകയാ. തന്റെ കയ്യിലിരുന്ന കാരക്കയങ്ങ് താഴെ വെക്കുകയാ. ഉമൈറേ രണാങ്കണത്തിലേക്ക് ഓടാൻ തയ്യാറെടുക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, ഉമൈറേ, ഈ കാരക്കയൊന്ന് കടിച്ചിട്ട് പോകടാ ഉമൈറേ, ഈ കാരക്ക കടിക്കാനെടുത്തതല്ലേ, ഇതൊന്ന് കടിച്ചിട്ട് പോകാൻ പറയുമ്പോ ഉമൈർ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അർജു അന്നകൂന മിൻ അഹ്ലിഹാ, എനിക്ക് സമയമില്ലടോ, ഈ കാരക്ക കഴിക്കുന്ന സമയം പോലും എനിക്കിവിടെ നിൽക്കാമയ്യ, ഈ ദുനിയാവിൽ എനിക്ക് നിൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു ഷഹീദ എന്ന ചരിത്രം പറയുമ്പോ ഇതാണ് നമുക്ക് വേണ്ട സ്വഭാവം. പഠിക്ക ചെറുപ്പക്കാരാ, ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഇന്ന പ്രതിഫലം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ സ്വർഗമുണ്ടണ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ട്, അള്ളാഹു നിനക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം തരും. ഹാഫിളീങ്ങളെ, നിങ്ങളുടെ ദുആഇക്ക് ഇജാബത്തുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നാളെ സ്വർണത്തിന്റെ കിരീടം അള്ളാഹു വെച്ചു കൊടുക്കും. ഇതുപോലെയുള്ള പ്രതിഫലം പറഞ്ഞു കഴിയുമ്പോ മനസ്സാണ് നമുക്ക് വേണ്ടത്. ഏതുപോലെ എന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണിന് ചില ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭർത്താവായ അലിയാര് തങ്ങളോട് ഫാത്തിമ പറഞ്ഞു, അലിയേ, എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണമലിയോ. ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമാണ്, സാധിപ്പിച്ചു തന്നേ പറ്റൂ. അലിയാര് തങ്ങളോട് ഫാത്തിമ പറയുമ്പോ അതാ അലിയാര് തങ്ങള് കമ്പോളത്തിലേക്ക് കടന്നുപോയി. ഭാര്യ ഗർഭിണിയാണ്, ആഗ്രഹം പറഞ്ഞിരിക്കുകയാ റുമ്മാമ്പഴം കഴിക്കണമെന്ന്. അലിയാര് തങ്ങൾ അങ്ങനെ പോയൊരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരികയാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അലിയേ, വിശക്കുന്നു അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ അലിയേ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് അലിയാര് തങ്ങളോട് പറയുമ്പോ അലിയാര് തങ്ങളുടെ കയ്യിലൊരു റുമ്മാമ്പഴം ഇരിക്കുന്നുണ്ട്. അത് തന്റെ ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടെ പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. അലിയാര് തങ്ങളൊന്ന് ചിന്തിച്ചു നിൽക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ, ഒന്നിന് 10 ഇരട്ടി അല്ലാഹു തരുമലിയേ, ഒന്ന് തന്ന 10 ഇരട്ടി അല്ലാഹു തരുമലിയേ. ഗർഭിണിയായ ഫാത്തിമാനെ കൊണ്ടുവന്നതാണെന്നും മറന്നുപോയടോ. ആ പ്രതിഫലം അങ്ങ് കേൾക്കുമ്പോ അല്ലാഹു 10 തരുമെന്ന് പറയുമ്പോ പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. തന്റെ കയ്യിലിരുന്ന റുമ്മാമ്പഴം എടുത്തിട്ട് അലിയാര് തങ്ങൾ കൊടുക്കുകയാണ്. വെറും കയ്യോടെ വീട്ടിലേക്ക് മടന്നു ചെല്ലുമ്പോ ഫാത്തിമയുടെ വീടില് ഫാത്തിമയുടെ മുമ്പിൽ ഒരു കെട്ട് നിറയെ റുമ്മാമ്പഴം ഇരിക്കുന്നു എന്ന് ചരിത്രം പറയുകയാ. ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. മത്സരിക്കേണ്ടത് നന്മയ്ക്ക് വേണ്ടിയാണ്, മത്സരിക്കേണ്ടത് നല്ല കാര്യത്തിന് വേണ്ടിയാ. ഏതുപോലെ എന്നറിയുവോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അള്ളാന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, കയ്യിലുള്ളത് കൊണ്ടുവാ.
എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അള്ളാന്റെ ദീനിനെ സഹായിക്കണം. നബി തങ്ങൾ ഇത് പറയുമ്പോൾ സ്വഹാബത്ത് ഇറങ്ങി ഓടുകയാണ്. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് കടന്നു പോവുകയാണ്. കയ്യിൽ കിട്ടുന്നത് എടുത്തു കൊണ്ടുവരാൻ എല്ലാവരും തന്റെ വീട്ടിലേക്ക് ഓടുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, അല്ലാഹുവേ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം തമ്പുരാന്, ഒരിക്കലെങ്കിലും എനിക്ക് ഒന്നാമനാകണം തമ്പുരാന്. എന്തെന്നറിയുമോ? കാരണം എന്ത് കാര്യം പറഞ്ഞാലും അബൂബക്കർ തങ്ങൾ ഒന്നാമനാണ്. ഏത് വിഷയമെടുത്താലും എന്നും അബൂബക്കർ ഒന്നാമനായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. പടച്ചവനെ എനിക്കൊന്ന് വിജയിക്കണം തമ്പുരാന്. അബൂബക്കർ തങ്ങൾ അങ്ങനാണ്. ഏത് നന്മ പറഞ്ഞാലും ഒന്നാമനാണ്. ഒരിക്കൽ നബി തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലുമുണ്ടോ? ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലുമുണ്ടോ? അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കിന്ന് നോമ്പാണ് നബിയേ. അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, ഇന്ന് രോഗസന്ദർശനം നടത്തി ആരെങ്കിലുമുണ്ടോ? അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയേ. ഇന്ന് സദക്ക കൊടുത്ത ആരെങ്കിലുമുണ്ടോ? അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയേ. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലുമുണ്ടോ? ഉമർ അബൂബക്കർ തങ്ങൾ പറയുന്നു, ഞാനുണ്ട് നബിയേ. എന്തിനും അബൂബക്കറാണ്. അതുകൊണ്ടാണ് ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം തമ്പുരാനെ. ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സമ്പാദ്യം മുഴുവനും എടുത്തു വെച്ചു. 2 വിഭാഗമായി വേർതിരിച്ചു. എന്നിട്ട് ചിന്തിച്ചു, അല്ലാ, എന്റെ സമ്പത്തിന്റെ പകുതി അല്ലാന്റെ ദീനിന് കൊടുക്കാ. എന്തായാലും ഉമർ ചിന്തിക്കുകയാണ്, അബൂബക്കർ ഇതുപോലെ കൊണ്ടുവരൂല. തന്റെ സമ്പാദ്യത്തിന്റെ പകുതി എടുത്തുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, നബിയേ, എന്റെ സമ്പത്തിന്റെ പകുതി അള്ളാന്റെ ദീനിന് തന്നിരിക്കുകയാ. നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അള്ളാന്റെ റസൂല് ദുആ ചെയ്യുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന് ദുആ ചെയ്തു. ഓരോ സ്വഹാബത്തും കടന്നു വരുന്നുണ്ട്. ഉമർ തങ്ങൾ മാറി നിൽക്കുകയാണ്. എവിടെ അബൂബക്കർ? എവിടെ അബൂബക്കർ? എന്നെക്കാലം കൊണ്ടുവരുമോ? അബൂബക്കർ അവസാനമായി അവിടുന്ന് കടന്നു വരികയാണ്. റബ്ബേ, ഉമർ തങ്ങൾ ഓടി വരികയാ. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോ അബൂബക്കർ തങ്ങൾ ഒരു ചെറിയ പൊതിയുമായിട്ട് കടന്നു വരികയാണ്. സമാധാനമായി, എന്നെ പോലെ പൊതിക്ക് വലിപ്പമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിച്ചു, അബൂബക്കറെ, വീട്ടിൽ നീ എന്തുണ്ട് അബൂബക്കറെ? വീട്ടിൽ എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹും അവന്റെ പ്രവാചകനുമുണ്ട് നബിയേ. എന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് തന്നിരിക്കുകയാ. ഇതാണടോ ആ ഫിർദൗസിൽ പോകുന്നവരുടെ സ്വഭാവം. ഇങ്ങനെയാണ്. നമ്മളും അങ്ങനെയാകണം. നമ്മളും അങ്ങനെയാകണം. നന്മയുടെ വിഷയത്തിൽ അങ്ങനെയാകണം. പറയുന്നവന് താടിയുണ്ടോ, തഴമ്പുണ്ടോ, ആലിമാണോ എന്നല്ല, പറയുന്നത് നന്മയാണോ അത് ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. നമുക്കാണ് ചെറുതും വലുതും. നമ്മളാണ് അമലുകളെ ചെറുതും വലുതുമായി കാണുന്നത്. എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന നന്മയാ.